ഇന്നത്തെ ക്ലാസ് നമുക്കൊരു പ്രാർത്ഥനയോടെ തുടങ്ങാം. എല്ലാവരും കൈകൾ കൂപ്പുക, കണ്ണുകൾ അടച്ച് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ഓ ഈശോയെ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ മതബോധന ക്ലാസ്സുകളിൽ പങ്കെടുക്കുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട കൊച്ചു കൂട്ടുകാരെ, എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും ഒരുമിച്ച് പറയാം, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. കുഞ്ഞുമക്കൾ എല്ലാവരും നന്നായി ടെക്സ്റ്റ് ബുക്കൊക്കെ വായിച്ച് നന്നായി പ്രിപ്പയർ ചെയ്തിട്ടാണല്ലോ വന്നിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു ഈ ആഴ്ച ചോദ്യം ചോദിക്കുന്നു. അപ്പോൾ ഒരു 2 ചോദ്യം ചോദിക്കട്ടെ. എത്ര പേര് ടെക്സ്റ്റ് ബുക്കൊക്കെ വായിച്ച് ഈശോയുടെ സ്വർഗ്ഗാരോഹണത്തെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ച മിസ് പഠിപ്പിച്ചതൊക്കെ ഓർത്തിട്ടുണ്ടെന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഉയിർത്തെഴുന്നേൽപ്പിൻ്റെ എത്രാമത്തെ ദിവസമാണ് ഈശോ സ്വർഗ്ഗാരോഹണം ചെയ്തത്? ഉയിർത്തെഴുന്നേൽപ്പിൻ്റെ എത്രാമത്തെ ദിവസമാണ് ഈശോ സ്വർഗ്ഗാരോഹണം ചെയ്തത്? എത്രാം ദിവസമാണ്? 40ാമത്തെ ദിവസമാണ് ഈശോ സ്വർഗ്ഗാരോഹണം ചെയ്തത്. ഇനി അടുത്ത ചോദ്യം: ഈശോ സ്വർഗ്ഗാരോഹണം ചെയ്യുന്നത് ശിഷ്യന്മാർ നോക്കിക്കൊണ്ട് നിന്നപ്പോൾ 2 വെള്ളവസ്ത്രം ധരിച്ച മാലാഖമാർ അവിടെ വന്നു. അവർ ശിഷ്യന്മാരോട് എന്താണ് പറഞ്ഞത്? നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട ഈശോ സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവിടുന്ന് തിരിച്ചു വരും എന്നാണ് മാലാഖമാർ ശിഷ്യന്മാരോട് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും കഴിഞ്ഞ ആഴ്ച പഠിപ്പിച്ചതൊക്കെ ഓർത്തു വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ബാക്കിയാണ് നമുക്ക് ഈ ആഴ്ച പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഈശോയുടെ സ്വർഗ്ഗാരോഹണത്തെ പറ്റി പറഞ്ഞു. ഈശോ സ്വർഗ്ഗാരോഹണത്തിനും ഉയർത്തെഴുന്നേൽപ്പിനും ഇടയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട 2 സംഭവങ്ങളും നമ്മൾ കഴിഞ്ഞ ആഴ്ച നോക്കി അല്ലേ? അപ്പോൾ നമുക്കിനി സ്വർഗ്ഗാരോഹണത്തിന് ശേഷം ഈശോ പിതാവിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി ഈശോ പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരുന്നു എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിനുശേഷമുള്ള സംഭവങ്ങൾ നിങ്ങൾ കഴിഞ്ഞ വർഷമൊക്കെ പഠിച്ചതായിരിക്കും. ആദിമസഭ രൂപപ്പെട്ടത്, പിന്നെ പെന്തക്കോസ്താ ദിവസം സംഭവിച്ചതൊക്കെ നിങ്ങൾ കഴിഞ്ഞ 1ാം ക്ലാസ്സിൽ വെച്ച് പഠിച്ചതാണ്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഈശോയുടെ സ്വർഗ്ഗാരോഹണത്തിന് ശേഷം ശിഷ്യന്മാർ എന്ത് ചെയ്തു? ശിഷ്യന്മാരുടെ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് പിന്നീട് നടന്നത്? എന്താണ് യഥാർത്ഥത്തിൽ പിന്നീട് സംഭവിച്ചത് എന്നൊക്കെ നമുക്ക് ഈ ആഴ്ചയിൽ നോക്കാം. അപ്പോൾ ഈശോയുടെ സ്വർഗ്ഗാരോഹണത്തിന് ശേഷം ശിഷ്യന്മാരൊക്കെ പേടിച്ചിരിക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ് പേടിച്ചത്? യഹൂദന്മാർ പേടിച്ചിരിക്കുകയായിരുന്നു. കാരണം ഈശോയെ കുരിശിൽ തറച്ച് കൊന്നുകളഞ്ഞ ആ യഹൂദന്മാർ താമസിയാതെ തങ്ങളെയും പിടികൂടും, തങ്ങളെയും ഉപദ്രവിക്കും എന്നൊക്കെ ശിഷ്യന്മാർ വല്ലാതെ പേടിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ശിഷ്യന്മാർ സ്വർഗ്ഗാരോഹണത്തിന് ശേഷം അധികം പുറത്തൊന്നും ഇറങ്ങാതെ ഒരു മുറികളിലൊക്കെ അടച്ചുപൂട്ടി അങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ പക്ഷെ അവരെപ്പോഴും പ്രാർത്ഥിക്കും. അപ്പോൾ ഈശോയുടെ സ്വർഗ്ഗാരോഹണം കഴിഞ്ഞ് 10ാമത്തെ ദിവസം 10 ദിവസം കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരെല്ലാവരും തങ്ങളുടെ ഒരു മുറിയിൽ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അവിടെ ഈശോയുടെ അമ്മയായ പരിശുദ്ധ മാതാവും ഉണ്ടായിരുന്നു, പരിശുദ്ധ മറിയം ഉണ്ടായിരുന്നു, ശിഷ്യന്മാരുണ്ടായിരുന്നു. എല്ലാവരും കൂടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു സംഭവം ഉണ്ടായിരുന്നു. അതെന്താണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം, കാരണം നിങ്ങൾ പഠിച്ചതാണ്. എന്താണ്? ശിഷ്യന്മാരുടെ മേൽ ഈശോ പരിശുദ്ധാത്മാവിനെ അയച്ചു. അതിനെ പെന്തക്കോസ്താ എന്ന് നമ്മൾ പറയുന്നു. ഇതൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. എന്നാലും ആ നടന്ന സംഭവം നിങ്ങൾക്കൊന്ന് കാണണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും അല്ലേ? അപ്പോൾ നമുക്ക് നമ്മൾ സാധാരണ കാണുന്നത് പോലെ ഒരു വീഡിയോ ക്ലിപ്പ് കാണാം. ഈ ഈശോയുടെ സ്വർഗ്ഗാരോഹണത്തിന് ശേഷം നടന്ന ഈ പെന്തക്കോസ്താ സംഭവം നമുക്കൊരു വീഡിയോ ക്ലിപ്പിലൂടെ കണ്ട ശേഷം നമുക്ക് തിരിച്ചു വരാം. പെന്തക്കോസ്താ ദിനം സമാഗതമായപ്പോൾ ശിഷ്യന്മാരെല്ലാവരും ഒരുമിച്ചു കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി. അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി.
der Wischmeier, Greifesse, Milka, Schataika. Editoribus nostris. അപ്പൊ കണ്ടല്ലോ എന്താണ് അവിടെ യഥാർത്ഥത്തിൽ നടന്നത്. ശിഷ്യന്മാരും പരിശുദ്ധ അമ്മയും കൂടി ഒരു മുറിക്കുള്ളിൽ അടഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് പരിശുദ്ധാത്മാവിനെ ഈശോ അയക്കുകയാണ്. അവരുടെ മുകളിലേക്ക്, അവരുടെ ആത്മാവിലേക്ക് പരിശുദ്ധാത്മാവിനെ അയക്കുകയാണ്. അപ്പൊ ഈശോയുടെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. ഈശോയുടെ അല്ലെങ്കിൽ ദൈവപിതാവിൻ്റെയും ഈശോയുടെയും ആത്മാവാണ് പരിശുദ്ധാത്മാവ്, ദൈവാത്മാവ് എന്ന് പറയും. പരിശുദ്ധാത്മാവിനെ കുറിച്ച് നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ, അതായത് 3ാം ക്ലാസ്സിൽ കൂടുതലായിട്ട് പഠിക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ സഹായം ആവശ്യമാണ്. നമുക്ക് നന്നായിട്ട് പഠിക്കണമെങ്കിൽ, നന്നായിട്ട് കളിക്കണമെങ്കിൽ, നമുക്ക് അച്ഛനമ്മയെയും സഹായിക്കണമെങ്കിൽ ഒക്കെ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായം ആവശ്യമാണ്. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിച്ചില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ ചെയ്യുന്നതൊക്കെ ദൈവത്തിൻ്റെ സഹായം കൊണ്ടാണ്. അപ്പോൾ കുഞ്ഞുമക്കളായ നിങ്ങളൊക്കെ എപ്പോഴും പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാറുണ്ടല്ലോ അല്ലേ? ശിഷ്യന്മാര് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴാണ് പെന്തക്കോസ്താ ദിനത്തിൽ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത്. അതിനുശേഷം എന്ത് സംഭവിച്ചു? ശിഷ്യന്മാര് അവരുടെ പേടിയൊക്കെ ഉപേക്ഷിച്ച്, അവർക്ക് പിന്നീട് ഒരു പേടിയും ഉണ്ടായില്ല. അവരപ്പോൾ തന്നെ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് എന്ത് ചെയ്തു? സുവിശേഷം, ഈശോയുടെ വരവും അതിനുശേഷം ഉണ്ടായിരുന്ന സംഭവങ്ങളും സുവിശേഷം പ്രസംഗിക്കാൻ വിടും. അതായത് ദൈവരാജ്യത്തെക്കുറിച്ച് അവർ പ്രസംഗിച്ചു തുടങ്ങി. അങ്ങനെ അവരുടെ പേടിയെല്ലാം പോയി. അവർ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യാൻ, എന്തൊക്കെ പറയണമെന്നുള്ള നല്ല അറിവൊക്കെ അവർക്ക് പരിശുദ്ധാത്മാവാണ് നൽകിയത്. അപ്പോൾ നമുക്കും എപ്പോഴും എന്ത് ചെയ്യുമ്പോഴും നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചു കൊണ്ട് തുടങ്ങാം. പഠിക്കാൻ തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും കളിക്കാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ എവിടേക്കെങ്കിലും യാത്ര പോകുമ്പോൾ, എന്ത് ചെയ്യുമ്പോഴും നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. അപ്പോൾ നമുക്ക് ചെയ്യുന്ന കാര്യം വളരെ നന്നായിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എല്ലാ കുഞ്ഞുമക്കളും ഇനി പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുമല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കാം. പുണ്യത്തിൽ വളരാം. പുണ്യത്തിൽ വളരാന്ന് വെച്ചാൽ നല്ല കുഞ്ഞു 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 നന്മകൾ ചെയ്യണം. അതായത് ആർക്കെങ്കിലും ഒരു നമ്മുടെ സഹായം ആവശ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു സഹായം ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഉടനെ നമ്മൾ അവർക്ക് സഹായം ചെയ്യണം. നന്നായിട്ട് പ്രാർത്ഥിക്കണം. ആരോടും വഴക്കടിക്കാൻ പാടില്ല, ആരോടും ദേഷ്യം പാടില്ല, എല്ലാവരെയും നമ്മൾ സ്നേഹിക്കണം. അങ്ങനെയാണ് നമ്മൾ പുണ്യത്തിൽ വളരുക. നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച് പുണ്യത്തിൽ വളരാം. ഈശോയോടൊപ്പമായിരിക്കാം. ഇങ്ങനെ പുണ്യത്തിൽ വളരുന്ന കുഞ്ഞുമക്കൾ ആരുടെ കൂടെയായിരിക്കും അറിയാവോ? ഈശോയുടെ കൂടെയായിരിക്കും. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സാധാരണ മീൻ പിടിക്കാനൊക്കെ പോയിക്കൊണ്ടിരുന്ന, അല്ലെങ്കിൽ സാധാരണ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ശിഷ്യന്മാർ ഈശോയുടെ കൂടെ ആയപ്പോൾ അവർക്ക് എന്ത് മാറ്റമാണ് സംഭവിച്ചത് അല്ലേ? അവർക്ക് ഒരുപാട് ജ്ഞാനം കിട്ടി. അവർ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിക്കാനുള്ള ധൈര്യം കിട്ടി. അങ്ങനെ അവർ ശിഷ്യന്മാരായി ഈശോയോടൊപ്പം ഇപ്പോഴും അവർ സ്വർഗത്തിൽ ജീവിക്കുന്നു. അപ്പോൾ നമുക്ക് ഈശോയോടൊപ്പം ആയിരിക്കട്ടെ. നമുക്ക് ഭൂമിയിൽ വെച്ച് തന്നെ ഈശോയോടൊപ്പം ജീവിക്കാം. അപ്പോൾ നമുക്ക് സ്വർഗത്തിലും ഈശോയോടൊപ്പം ആയിരിക്കാം. അപ്പോൾ നമ്മൾ ഈശോയുടെ സ്വർഗാരോഹണം എന്തായിരുന്നു, എന്തൊക്കെ നടന്നു, അതിനുശേഷം എന്ത് നടന്നു എന്നൊക്കെ പഠിച്ചു കഴിഞ്ഞു അല്ലേ? നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ചിലപ്പോൾ നിങ്ങൾ മറന്നുപോയി കാണും. ഈശോ സ്വർഗാരോഹണം ചെയ്യുന്നത് എപ്പോഴാണ്? ഈശോയുടെ ഉയർപ്പിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതുകൊണ്ട് കൂടുതലായിട്ട് അതിനെപ്പറ്റി പറയുന്നില്ല. ഈശോ ഉയർത്ത ശേഷം 40ാമത്തെ ദിവസം സ്വർഗാരോഹണം ചെയ്തു. ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ട് ഈശോ ഒലിവ് മലയിലേക്ക് പോയി. അവരോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം അവരെ കൈകൾ ഉയർത്തി അനുഗ്രഹിച്ചു. അങ്ങനെ അനുഗ്രഹിച്ചു കൊണ്ട് നിൽക്കെ ഈശോ സ്വർഗത്തിലേക്ക് ഉയർന്നു പോയി. ഒരു മേഘം വന്ന് അവിടുത്തെ മറച്ചു. അങ്ങനെ സ്വർഗത്തിൽ നിന്നും വന്ന ദൈവപുത്രനായ ഈശോ ഭൂമിയിൽ താൻ ചെയ്യേണ്ട പ്രവൃത്തികളൊക്കെ ചെയ്തു കഴിഞ്ഞ് അതിനുശേഷം ഈശോ സ്വർഗത്തിലേക്ക് തന്നെ തിരിച്ച് പോയി. സ്വർഗത്തിലേക്ക് പോയ ഈശോ അവിടെ ദൈവപിതാവിൻ്റെ വലതുവശത്ത് ഇരിക്കുന്നു. ദൈവപിതാവിനോടൊപ്പം ഇരുന്ന് നമ്മളെയൊക്കെ ഈശോ സ്നേഹിക്കുകയും നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരികയും ഒക്കെ ചെയ്യും. ഈശോ സ്വർഗത്തിൽ പോയി അത് നോക്കി നിന്ന ശിഷ്യന്മാരോട് മാലാഖമാർ പറയുകയാണ്, ഈശോ നിങ്ങൾ പോകുന്നതായി കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും. അപ്പോൾ ഈശോയുടെ 2ാം വരവിന് വേണ്ടി നമ്മളൊക്കെ ഒരുങ്ങി കാത്തിരിക്കണം. നമ്മൾ പ്രാർത്ഥിക്കണം, നന്മ ചെയ്യണം. അങ്ങനെ
രണ്ടാം വരവിന് ഈശോ തിരിച്ചു വരുമ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ റെഡിയായി ഈശോയെ വെയിറ്റ് ചെയ്യുന്നതായിട്ട് ഈശോ കാണണം. അപ്പോൾ നമ്മൾ നല്ല മക്കളായിട്ട് വളർന്ന് വരണം. ഇത്രയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പിന്നെ ഈശോ ഉയർപ്പിൻ്റെയും സ്വർഗ്ഗാരോഹണത്തിൻ്റെയും ഇടയിൽ വെച്ച്, അതായത് ഭൂമിയിലായിരുന്ന സമയത്ത്, ഉയർത്ത ശേഷം ഭൂമിയിലായിരുന്ന സമയത്ത് നടന്ന 2 സംഭവങ്ങൾ, എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത്. പിന്നെ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഈശോ കടലിൽ മീൻ പിടിക്കാൻ പോയ തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് അവരോടും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർക്ക് താൻ ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ബോധ്യം അവർക്ക് കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ നമ്മൾ പെന്തക്കോസ്തയെക്കുറിച്ച് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. ഇത്രയാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. ഈശോയുടെ സ്വർഗ്ഗാരോഹണം, അതിനുശേഷം ശിഷ്യന്മാരൊക്കെ ഭയന്നിരുന്നപ്പോൾ ഈശോ അവർക്ക് പരിശുദ്ധാത്മാവിനെ അയച്ചു കൊടുക്കുന്നു. അങ്ങനെ അവർ ശക്തിപ്പെട്ട് ആദിമസഭ, നമ്മുടെ സഭ, ആദിമസഭ അവിടെ രൂപം കൊള്ളുകയാണ്. ശിഷ്യന്മാരും പിന്നീട് ഈ ശിഷ്യന്മാർ ജ്ഞാനസ്നാനപ്പെടുത്തി സഭയിലെ അംഗങ്ങളാക്കി മാറ്റിയ മറ്റുള്ളവരും എല്ലാവരും ചേർന്ന് അവിടെ സഭ രൂപം കൊള്ളുകയാണ്. ഇത്രയാണ് നമ്മൾ ഈശോയുടെ സ്വർഗ്ഗാരോഹണത്തെക്കുറിച്ച് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചതൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് 74 ഒരു പാട്ട് കാണാം. നമ്മൾ എല്ലാ പാഠഭാഗങ്ങളിലും ഓരോരോ പാട്ടുകളായിട്ട് പഠിക്കാറുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ഈ പാഠത്തിൽ ഒരു പാട്ടുണ്ട്. ആ പാട്ട് നമുക്കൊന്ന് നോക്കാം. ജീവിതകാലത്ത് നന്മ ചെയ്താൽ നമ്മൾക്ക് നേടിടാം സ്വർഗരാജ്യം, മാലാഖമാരൊത്തു കൂട്ടുകൂടാം, പാവന സ്നേഹത്തിൻ പാട്ടുപാടാം, സ്വർഗപിതാവിൻ വലതുഭാഗെ നിത്യപരിമളമാർന്ന ദിക്കിൽ ദാവീദിൻ പുത്രനാം യേശുനാഥൻ എപ്പോഴും നമ്മളെ കാത്തിരിപ്പൂ. ഇനി എൻ്റെ കൂടെ എല്ലാവരും ഒന്ന് വായിക്കണം. ഓക്കെ? ജീവിതകാലത്ത് നന്മ ചെയ്താൽ നമ്മൾക്ക് നേടിടാം സ്വർഗരാജ്യം, മാലാഖമാരൊത്തു കൂട്ടുകൂടാം, പാവന സ്നേഹത്തിൻ പാട്ടുപാടാം, സ്വർഗപിതാവിൻ വലതുഭാഗെ നിത്യപരിമളമാർന്ന ദിക്കിൽ ദാവീദിൻ പുത്രനാം യേശുനാഥൻ എപ്പോഴും നമ്മളെ കാത്തിരിക്കും. എല്ലാ പാട്ടുകളും നിങ്ങൾ പഠിക്കാറുണ്ടല്ലോ അല്ലേ? ഈ പാട്ടും നിങ്ങൾ പഠിക്കാനുള്ള പാട്ടാണ്. അപ്പം എന്ത് ചെയ്യണം? എല്ലാവരും ഇത് പലതവണ വായിച്ച് പലതവണ പാട്ട് പാടി പാടി അവസാനത്ത് പഠിക്കണം. ഓക്കെ? എല്ലാ ക്ലാസ്സുകളിലും നിങ്ങൾ പാട്ട് പഠിക്കാറുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ഈ പാട്ടും പഠിക്കാനുള്ളതാണ്. ഇനി നിങ്ങൾക്ക് ഈ പാട്ടിന് താഴെയായിട്ട് ഒരു 5 ചോദ്യോത്തരങ്ങൾ കാണാം. നമ്മൾ എല്ലാ ക്ലാസ്സുകളിലും നമ്മൾ ചോദ്യം അതിൻ്റെ ഉത്തരവൊക്കെ പഠിക്കുന്നതാണ്. ഇത് നമുക്ക് ഒന്ന് നോക്കാം. ചോദ്യവും ഉത്തരവൊക്കെ നമുക്കൊന്ന് നോക്കാം. ഉയർത്തെഴുന്നേറ്റതിൻ്റെ എത്രാം ദിവസമാണ് ഈശോ സ്വർഗ്ഗാരോഹണം ചെയ്തത്? ഒന്നാമത്തെ ചോദ്യം. എത്രാം ദിവസമാണ്? ഉയർത്തെഴുന്നേറ്റതിൻ്റെ 40ാം ദിവസമാണ് ഈശോ സ്വർഗ്ഗാരോഹണം ചെയ്തത്. നമ്മൾ പഠിച്ചതല്ലേ? 2. ആകാശത്തിലേക്ക് നോക്കി നിന്ന ശിഷ്യരോട് വെള്ളവസ്ത്രം ധരിച്ച് പ്രത്യക്ഷപ്പെട്ട 2 പേർ എന്താണ് പറഞ്ഞത്? എന്താണ് പറഞ്ഞത്? നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടതായി നിങ്ങൾ കണ്ട ഈശോ സ്വർഗത്തിലേക്ക് പോയത് നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവിടുന്ന് തിരിച്ചു വരും എന്നാണ് മാലാഖമാര് ശിഷ്യന്മാരോട് പറഞ്ഞത്. ദൈവത്തിന്റെ ഏതു വശത്താണ് ഈശോ ഉപവിഷ്ടനായത്? ഏതു വശത്താണ്? വലതുവശത്താണ് ഈശോ ഉപവിഷ്ടനായത്. 4ാമത്തെ ചോദ്യം. സ്വർഗ്ഗാരോഹണം കഴിഞ്ഞ് എത്ര ദിവസമായപ്പോഴാണ് ഈശോ ശിഷ്യരുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയച്ചത്? എത്രാം ദിവസം കഴിഞ്ഞപ്പോഴാണ്? സ്വർഗ്ഗാരോഹണം കഴിഞ്ഞ് 10 ദിവസമായപ്പോഴാണ്. 10 ദിവസവും ശിഷ്യന്മാർ പ്രാർത്ഥിച്ചിരിക്കുകയായിരുന്നു നമ്മൾ പറഞ്ഞില്ലേ? അപ്പോൾ 10 ദിവസം കഴിഞ്ഞാണ് ഈശോ പരിശുദ്ധാത്മാവിനെ അയച്ചത്. സ്വർഗരാജ്യം സ്വന്തമാക്കാൻ എങ്ങനെ വളരണം? നമ്മൾ പറഞ്ഞല്ലോ, പരിശുദ്ധാത്മാവിന്റെ നിറവിനായി പ്രാർത്ഥിക്കണം. പിന്നെ എന്ത് ചെയ്യണം? പുണ്യത്തിൽ വളരണം. അങ്ങനെ നമുക്ക് സ്വർഗരാജ്യം സ്വന്തമാക്കാം. ഈശോയോടൊപ്പം നമുക്ക് ആയിരിക്കാം. അപ്പോൾ വളരെ എളുപ്പമുള്ള ചോദ്യോത്തരങ്ങളുമാണ്. ഈ പാഠഭാഗം നന്നായിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചോദ്യത്തിൻ്റെ ഉത്തരവൊക്കെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പറയാൻ സാധിക്കും. അപ്പോൾ അടുത്ത ആഴ്ച വരുമ്പോൾ എല്ലാവരും ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളും അതുപോലെ തന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങളും ഒക്കെ പഠിച്ച് പാട്ടൊക്കെ പഠിച്ച് നല്ല പെർഫെക്റ്റ് ആയി അതിനുശേഷം മാത്രമേ വരാൻ പാടുള്ളൂ. കേട്ടല്ലോ? എല്ലാവരും നന്നായിട്ട് പഠിച്ച് പ്രിപ്പയർ ചെയ്തിട്ട് വരണം.
പേജ് നമ്പർ 75 നിങ്ങൾക്ക് നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ചിത്രം കാണാം. സ്വർഗത്തിൽ എത്തിച്ചേരാൻ ആവശ്യമായവ മാത്രം തിരഞ്ഞെടുത്ത് എഴുതുക. അതാണ് പ്രവർത്തനം. നമുക്ക് നോക്കാം. എന്തൊക്കെ അവിടെ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. അത് നിങ്ങൾ തിരഞ്ഞെടുത്ത് രണ്ടാമത്തെ ആ ബോക്സിൽ ലൈൻ ഇട്ടിരിക്കുന്ന, വര ഇട്ടിരിക്കുന്ന ആ ബോക്സിൽ നിങ്ങൾ ഓരോന്നോരോന്നായിട്ട് താഴെയായിട്ട് എഴുതണം. ഒന്നാമത് സ്നേഹം. സ്വർഗത്തിൽ എത്തിച്ചേരാൻ ആവശ്യമാണോ? ആവശ്യമാണല്ലേ. അപ്പൊ അവിടെ സ്നേഹം എന്ന് എഴുതണം. ക്ഷമ ആവശ്യമാണോ? ക്ഷമയും ആവശ്യമാണ്. മൂന്നാമത് കൊടുത്തിട്ട് കോപം എന്ന് പറഞ്ഞാൽ ദേഷ്യം സ്വർഗത്തിൽ എത്തിച്ചേരാൻ ആവശ്യമാണോ? ദേഷ്യം നമുക്ക് വേണ്ട അല്ലേ. ദേഷ്യപ്പെടുന്നവർ സ്വർഗത്തിൽ പോവില്ല. ദേഷ്യപ്പെട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവിടെ വഴക്കുമൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുമോ? കൂട്ടുകാരോട് വഴക്കടിക്കുന്നവരെ ആരെങ്കിലും സ്വർഗത്തിലേക്ക് കയറ്റുമോ? ഇല്ല അല്ലേ. അപ്പോൾ കോപം നമുക്ക് വേണ്ട. അസൂയ, അതായത് ആരുടെയെങ്കിലും കയ്യിൽ എന്തെങ്കിലുമൊക്കെ നല്ല സാധനങ്ങൾ കാണുമ്പോൾ നമുക്ക് അവന് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവൻ്റെ കയ്യിലുണ്ടല്ലോ എന്നുള്ള ആ ദേഷ്യം, നമുക്കില്ലല്ലോ എന്നുള്ള വിഷമം, അതിനാണ് അസൂയ എന്ന് പറയുന്നത്. അപ്പോൾ അസൂയ നമുക്ക് വേണോ? അസൂയ സ്വർഗത്തിൽ പോകാൻ വേണോ? വേണ്ട. അസൂയ നമ്മൾ മാറ്റി വെക്കണം. നമ്മുടെ ഉള്ളിൽ അസൂയ അല്പം പോലും പാടില്ല. കാരണം നമുക്ക് വേണ്ടതൊക്കെ ദൈവം നമുക്ക് തരും. പിന്നെ എന്തിനാണ് നമ്മൾ മറ്റുള്ളവരെ നോക്കിയിട്ട് അസൂയപ്പെടുന്നത് അല്ലേ? അടുത്തത് സഹനം എന്ന് പറഞ്ഞാൽ നമുക്ക് കുഞ്ഞു കുഞ്ഞു വിഷമങ്ങൾ വരും. ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെറിയ അസുഖങ്ങൾ വരും, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മുടെ ടീച്ചർമാരോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ ഒക്കെ നമ്മളെ ചിലപ്പോൾ ചെയ്യാത്തതിന് വഴക്ക് പറയുകയോ അല്ലെങ്കിൽ അടിക്കുകയോ ഒക്കെ ചെയ്യുമായിരിക്കും ചിലപ്പോൾ. അപ്പോൾ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? എനിക്ക് മാത്രം എന്തിനാ ഇങ്ങനെയൊക്കെ കിട്ടുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ വരുന്നത് എന്നൊക്കെ ചോദിച്ച് നമ്മൾ ദൈവത്തോടും എല്ലാവരോടും പോയിട്ട് വഴക്കിടുകയും സങ്കടപ്പെടുകയും ഒക്കെ ചെയ്യില്ലേ. പക്ഷെ സഹനം എന്ന് പറഞ്ഞാൽ അതല്ല. നമുക്ക് വരുന്ന കുഞ്ഞു കുഞ്ഞ് വിഷമങ്ങളും ദുഃഖങ്ങളും അസുഖങ്ങളും അങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ നമ്മൾ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, ദൈവം തന്ന നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ സ്വീകരിച്ചെങ്കിൽ ദൈവം തരുന്ന ഇത്തരം കുഞ്ഞു കുഞ്ഞു പ്രയാസങ്ങളും നമ്മൾ സന്തോഷത്തോടു കൂടി സ്വീകരിക്കണം. അതിനാണ് സഹനം എന്ന് പറയുന്നത്. അപ്പോൾ സഹനം സ്വർഗത്തിൽ എത്തിച്ചേരാൻ വളരെ അത്യാവശ്യമാണ്. സഹിക്കാതെ ഇവിടെ നമ്മൾ സുഖിച്ച് അടിച്ചു പൊളിച്ച് ജീവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ വരുന്ന പാപങ്ങളൊക്കെ നമ്മളിങ്ങനെ കുന്നുകൂട്ടിക്കൊണ്ട് വരും. അപ്പോൾ നമുക്ക് സ്വർഗത്തിൽ എത്തിച്ചേരാൻ സാധിക്കില്ല. അപ്പോൾ സ്വർഗത്തിൽ എത്തിച്ചേരാൻ സഹനങ്ങൾ ആവശ്യമാണ്. മോഹം എന്ന് പറഞ്ഞാൽ എന്താണ്? കൂട്ടുകാരൻ്റെ കയ്യിൽ ഒരു നല്ല കാറ് കണ്ടു, എനിക്കും വേണം. അല്ലെങ്കിൽ കൂട്ടുകാരൻ ഇന്ന് നല്ലൊരു ഭക്ഷണം കൊണ്ടുവന്നു, അതെനിക്കും വേണം. അങ്ങനെ എല്ലാം വേണം എന്നുള്ള ആഗ്രഹം, അതിനെയാണ് മോഹം എന്ന് പറയുന്നത്. മോഹം നമുക്ക് വേണോ? വേണ്ട. സ്വർഗത്തിൽ എത്തിച്ചേരാൻ മോഹം ആവശ്യമില്ല. നന്മ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. പുണ്യം ചെയ്യുക, അല്ലെങ്കിൽ എല്ലാവർക്കും ഉപകാരം ചെയ്യുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക, ഇതൊക്കെയാണ് നന്മ. അപ്പോൾ നന്മ നമുക്ക് സ്വർഗത്തിൽ എത്തിച്ചേരാൻ ആവശ്യമാണ്. പ്രതികാരം എന്ന് പറഞ്ഞാൽ എന്താ? അവൻ എന്നെ ഇന്നലെ വെറുതെ തള്ളിയിട്ടു, ഇന്ന് അവൻ പോകുമ്പോൾ അവൻ്റെ കാല് ഞാനിങ്ങനെ പിടിച്ച് വലിച്ച് താഴെ ഇടും. അല്ലെങ്കിൽ ഇന്നലെ അവൻ എന്നെ വെറുതെ അടിച്ചു, ഇന്ന് പോയിട്ട് ഞാൻ 2 അടി അവന് കൊടുക്കും എന്ന് ചിന്തിക്കുന്നതാണ് പ്രതികാരം സ്വർഗത്തിൽ എത്തിച്ചേരാൻ ആവശ്യമാണോ? ഒരിക്കലും പാടില്ല. നമ്മളോട് ആരെങ്കിലും തെറ്റ് ചെയ്താൽ നമ്മൾ ക്ഷമിക്കുകയാണ് വേണ്ടത്. അപ്പോൾ പ്രതികാരം നമുക്ക് വേണ്ട. പുണ്യം എന്താണെന്ന് നമുക്കറിയാം. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുക, നന്മ പ്രവൃത്തികൾ ചെയ്യുക, മറ്റുള്ളവരെ സ്നേഹിക്കുക, ദൈവത്തെ സ്നേഹിക്കുക, ഇതൊക്കെയാണ് പുണ്യം ആവശ്യമാണ്. ചതി എന്താണ്? വെറുതെ കള്ളം പറഞ്ഞ് കൂട്ടുകാരെ തമ്മിൽ വഴക്കുണ്ടാക്കിപ്പിക്കുക, അല്ലെങ്കിൽ കൂട്ടുകാരനെ പറ്റി ഇല്ലാത്തതൊക്കെ ടീച്ചറോടും അതല്ലെങ്കിൽ അച്ഛനോടും അമ്മയോടൊക്കെ പോയി പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെ ചതിക്കുക. ചതി നമുക്ക് ആവശ്യമാണോ? ചതി ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. ചതി സ്വർഗത്തിൽ എത്തിച്ചേരാൻ ആവശ്യമില്ല. ചതിയും വഞ്ചനയും ഏകദേശം ഒന്ന് തന്നെയാണ്. മറ്റുള്ളവരെ വഞ്ചിക്കും, മറ്റുള്ളവരെ ചതിക്കും. പ്രാർത്ഥന വേണോ? നമ്മൾ മറ്റുള്ളവരെയൊക്കെ സ്നേഹിച്ച് ദൈവത്തെ സ്നേഹിച്ച് നടന്നാൽ പോരെ? പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ശിഷ്യന്മാർ കഥകടച്ച് പ്രാർത്ഥിച്ചിരുന്നപ്പോഴാണ് ദൈവം പരിശുദ്ധാത്മാവിനെ അയച്ചത്. പ്രാർത്ഥിക്കാത്തവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുകയില്ല. അപ്പോൾ നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം. സ്വർഗത്തിൽ എത്തിച്ചേരാൻ പ്രാർത്ഥന ആവശ്യമാണ്. സത്പ്രവൃത്തിയും നന്മയും ഒക്കെ ഒന്ന് തന്നെയാണ്. അപ്പോൾ സത്പ്രവൃത്തികൾ നമ്മൾ ചെയ്യണം. ബൈബിൾ വായന, നമ്മൾ വചനം വായിക്കണം. ബൈബിൾ വായിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഏത് വഴിയിലൂടെ പോകണം, ശരിയായ വഴി നമുക്ക് കാണിച്ചു തരുന്നതാണ് ദൈവത്തിൻ്റെ വചനം അല്ലെങ്കിൽ ബൈബിൾ. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും നിങ്ങൾക്ക്
നമുക്ക് സന്ധ്യാപ്രാർത്ഥന ഉണ്ടല്ലോ അല്ലേ? സന്ധ്യയ്ക്ക് എല്ലാവരും പ്രാർത്ഥിക്കാറുണ്ടല്ലോ. അപ്പോൾ പ്രാർത്ഥനയുടെ കൂടെ എല്ലാവരും ബൈബിൾ വായിക്കാറുണ്ട് എന്ന് എനിക്കറിയാം. അപ്പോൾ എല്ലാവരും ബൈബിൾ വായിക്കണം. ബൈബിൾ വായന സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു വഴിയാണ്. അടുത്തത് എന്താണ്? ജപമാല. എല്ലാവരും സന്ധ്യയ്ക്ക് ജപമാല ചൊല്ലാറുണ്ടല്ലോ അല്ലേ? ഇനിയും അങ്ങനെ ചൊല്ലുന്ന ഒരു ശീലമില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛനെയും അമ്മനെയും വിളിച്ചു കൂട്ടിക്കൊണ്ടുവന്ന് നിങ്ങൾ എല്ലാവരും സന്ധ്യയ്ക്ക് ജപമാല ചൊല്ലണം കേട്ടോ. ജപമാല ചൊല്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. മതപഠനം. തീർച്ചയായും സ്വർഗത്തിലേക്ക് എത്തിച്ചേരാൻ മതപഠനം ആവശ്യമാണ്. നമ്മുടെ വചനത്തെക്കുറിച്ച് പഠിക്കണം, നമ്മുടെ വിശ്വാസം എന്താണ് എന്നൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പോൾ മതപഠനം ആവശ്യമാണ്. എളിമ. എളിമ എന്ന് വെച്ചാൽ എന്താണ്? അഹങ്കാരത്തിന്റെ ഓപ്പോസിറ്റാണ് എളിമ. അഹങ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ വലിയ ആളാണ് എന്ന് ചിന്തിക്കുന്നതാണ് അഹങ്കാരം. എളിമ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഞാൻ വലിയ ആളൊന്നുമല്ല, എനിക്ക് ഉള്ളതെല്ലാം ദൈവം തരുന്നതാണ്, ദൈവം നൽകുന്നതാണ് എല്ലാം എന്ന് കരുതുന്ന എളിമയോടുകൂടി വിനയത്തോടുകൂടി ജീവിക്കുന്നതാണ് എളിമ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എളിമ നമുക്ക് അത്യാവശ്യമാണ് സ്വർഗരാജ്യത്തിലേക്ക് എത്തിച്ചേരാൻ. അപ്പോൾ ഞാനിപ്പോൾ ഇതെല്ലാം പറഞ്ഞു തന്നല്ലോ, നിങ്ങൾക്ക് അറിയാം ഇപ്പം എന്തൊക്കെ വേണമെന്നുള്ളത്. അപ്പോൾ എല്ലാവരും അവിടെ അതിൻ്റെ നേർക്ക് രണ്ടാമത്തെ കോളത്തിൽ എഴുതണം. വെറുതെ ടിക്കിടൊന്നും പോരാ, എഴുതുക തന്നെ വേണം കേട്ടല്ലോ. ഇനി ഒരു പ്രവർത്തനം കൂടിയുണ്ട്, അവസാനമായിട്ടൊരു പ്രവർത്തനമുണ്ട്. കത്തെഴുതാം. സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന ഈശോയ്ക്ക് സ്വർഗത്തിലെ വിശേഷങ്ങൾ ചോദിച്ചു, നിങ്ങളുടെ വിശേഷങ്ങൾ പറഞ്ഞു ഒരു കത്തെഴുതാം. അപ്പോൾ എല്ലാവർക്കും ഈശോയോട് സംസാരിക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടാവും അല്ലേ? ഈശോയെ കാണുമ്പോൾ നിങ്ങൾ എന്തൊക്കെ പറയും? അതൊക്കെ നിങ്ങൾ ഒരു കത്തിൽ എഴുതണം. അതായത് പ്രിയപ്പെട്ട ഈശോയ്ക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഈശോയ്ക്ക് സുഖമാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയുക, ഈശോയുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കുക. അങ്ങനെ ഒരു കത്തെഴുതുക. അപ്പോൾ എല്ലാവരും കത്തെഴുതുമല്ലോ അല്ലേ? കത്തെഴുതിയ ശേഷം നിങ്ങളുടെ ക്ലാസ് ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. ടീച്ചറോട് ചോദിക്കുക, കൊള്ളാവോ എൻ്റെ കത്ത് എന്ന് ചോദിക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. കുറേ ചോദ്യത്തിന് ഉത്തരങ്ങളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞു. അപ്പോൾ ഇന്ന് കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നില്ല, നമ്മൾ കുറേയൊക്കെ പറഞ്ഞ് റെഡിയാക്കി കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഞാൻ എല്ലാം ചോദിക്കും കേട്ടല്ലോ. അപ്പോൾ എല്ലാവരും പെർഫെക്റ്റായി ക്ലിയറായി എല്ലാം പഠിച്ച് പ്രിപ്പയർ ചെയ്ത ശേഷം വേണം വരാൻ. എത്ര മക്കൾ പ്രിപ്പയർ ആയിട്ട് വരുന്നുണ്ട്, നല്ല മക്കളായിട്ട് വരുന്നുണ്ട് എന്ന് ടീച്ചർ അടുത്ത ക്ലാസ്സിൽ നോക്കും. അപ്പോൾ നമുക്ക് ഈശോയോട് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. എല്ലാവരും കൈകൾ കൂപ്പുക. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ മഹത്വം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.